ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ആത്മാവിൻ്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെ എല്ലാവരും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. ഇന്നൊരു സ്വർഗസ്നായ പിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത്, ഈ ദിവസങ്ങളിൽ എന്നോട് പ്രാർത്ഥന ആവശ്യപ്പെട്ട അനേകം രോഗികളുണ്ട്, കിടപ്പ് രോഗികളാണ്. അവർക്ക് സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനം എഫെസോസ് ലേഖനം 5-ാം അധ്യായം 16-ാം തിരുവചനം. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. ഹല്ലേലൂയ. വചനം പറയുകയാണ്, ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം. അപ്പം നമുക്കറിയാം, ഇന്ന് ലോകത്തിൻ്റെതായ ഒരു പ്രത്യേകമായ ഒരു സമയത്തിലൂടെ കടന്നു പോവുകയാണ്. പലതരത്തിൽ, അത് കുടുംബങ്ങളിലായാലും വ്യക്തിഗത ബന്ധങ്ങളിലായാലും ജീവിത സാഹചര്യങ്ങളായാലും എവിടെ നോക്കിയാലും തെറ്റായ ചില സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്. അതുകൊണ്ട് വചനം പറയുന്നത് പിന്നീട് ദിനങ്ങളാണ്. സമയം പറയുന്ന പ്രാർത്ഥനയിലൂടെ ആ തിന്മയിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങളെയും നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളെയും മോചിപ്പിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഓരോ വ്യക്തിക്കും ആ ദേശത്തിൻ്റെ അനുഗ്രഹത്തിന് നമ്മളും പങ്കുകാരാകണം. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങൾ കുടുംബങ്ങളിലും സമൂഹങ്ങളിലൊക്കെ വരുമ്പോൾ പ്രാർത്ഥിച്ച് ആ ബന്ധനങ്ങളിൽ അഴിക്കാനായിട്ട് പ്രാർത്ഥിക്കണം. ഈ നിമിഷങ്ങളിൽ ഈ ടോക്ക് കണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും, അതുപോലെ ഇത് ഷെയർ ചെയ്യുന്നവരെയും, ഇതിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം അനുഗ്രഹിച്ച് നിങ്ങളെ സമൃദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.